ഫ്രണ്ട്സ്, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം പല ആളുകളും എന്നോട് ചോദിച്ചിരുന്നു, ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ അതിനെ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും അത് ഡൗൺലോഡ് ആകുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ദിസ് പിസിയുടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് ദിസ് പിസിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ആ ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ടോ, ഞാനിപ്പോൾ ഇവിടെ 2 സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൂഗിളിൽ നിന്ന്. അത് 2 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ അഡോബിന്റെ ഒരു സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ABC വീഡിയോ കൺവെർട്ടർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ അവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എന്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സ്പേസിലാണ് വരുന്നത്. ഇവിടെ എനിക്കിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ വീഡിയോ കൺവെർട്ടർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതേ മെത്തേഡ് തന്നെയാണ് ഏകദേശമുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ കൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് നിങ്ങൾക്ക് വരും. അതിൻ്റെ അകത്ത് യെസ് നോ ഇങ്ങനെ 2 ഓപ്ഷൻ കൊടുത്തിരിക്കും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യെസ് കൊടുക്കണോ നോ കൊടുക്കണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യെസ് കൊടുക്കണം. യെസ് കൊടുക്കുക. ഇങ്ങനെ ഇൻസ്റ്റാൾ ആകുന്നതിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 50%, 67%, 73 ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് പല ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എവിടെയാണ് അതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കാണിക്കണോ എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ കസ്റ്റമൈസ് ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ കസ്റ്റമൈസ് ഇൻസ്റ്റാൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊരു പാത്തിലാണോ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ ഒരു പാത്ത് ഇവിടെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി ഇവിടെ C ഡ്രൈവിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകുന്നത്. അപ്പോൾ ഞാനിവിടെ C ഡ്രൈവ് മാറ്റി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രൈവറിലേക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ബ്രൗസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സിസ്റ്റത്തിലുള്ള ഏതൊക്കെ സ്പേസുകളുണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാം. എനിക്കിവിടെ ഡെസ്ക്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പിലാണ് ഡൗൺലോഡ് ആകുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് എ ഡെസ്ക്ടോപ്പ് ഐക്കൺ. അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ആകണമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് നേരെയുള്ള ആ ടിക്ക് മാർക്ക് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതായത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സോഫ്റ്റ്വെയർസുകളും ഇങ്ങനെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാനുള്ളത്. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമൈസ് എന്നുള്ളൊരു ഓപ്ഷനാണ്. പരമാവധി C ഡ്രൈവിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ഡ്രൈവറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അത്രയും സ്പേസ് നിങ്ങളുടെ സിസ്റ്റം മെമ്മറിക്ക് ലഭിക്കും. അതുകൊണ്ട് പരമാവധി D ഡ്രൈവിലോ E ഡ്രൈവിലോ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. കാരണം C ഡ്രൈവ് എന്ന് പറയുന്നത് സിസ്റ്റം മെമ്മറിക്കുള്ള ഒരു ഡ്രൈവറാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫയൽസുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, C ഡ്രൈവിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ പാത്തുകളിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇൻസ്റ്റാൾ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നു. അതിനുശേഷം ഇവിടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആപ്ലിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സ്റ്റാർട്ട് നൗ കൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫിനിഷ് കൊടുക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓണായി വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. വേണ്ട എന്നുണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ അൺടിക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഫിനിഷ് കൊടുത്തു. നിങ്ങൾ ആ ലോഞ്ച് ആപ്ലിക്കേഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിരുന്നുവെങ്കിൽ എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇനി ഞാനിവിടെ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഡിസ്പ്ലേയിൽ ഇവിടെ കുറേ പ്രോഗ്രാംസുകൾ ഇവിടെ കാണാം. ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നിങ്ങൾ എന്താണ് ഡിസ്പ്ലേയിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഞാനിപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. കാരണം ഡിസ്പ്ലേയിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ, ABC എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കൺവെർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആ ഒരു സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെയൊക്കെ പ്രോഗ്രാംസുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കൺട്രോൾ പാനൽ വന്നു. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ അകത്ത് ഇവിടെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് ഇവിടെ പ്രോഗ്രാം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഇവിടെ അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ആ സോഫ്റ്റ്വെയറുകൾ അത്രയും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഏതൊരു സോഫ്റ്റ്വെയർ ആണോ ഡിലീറ്റ് ചെയ്യാനുള്ളത് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ മുകളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എനി വീഡിയോ കൺവേർട്ട് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അൺഇൻസ്റ്റാൾ ഓർ ചേഞ്ച്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വന്നു. അതായത് അൺഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എസ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അതിൻ്റെ അകത്ത് എസ് കൊടുക്കുക, ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആകും. അതിനുശേഷം ഇവിടെ വീണ്ടും ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ നിന്ന് പോയി. ഞാനിനി ഡിസ്പ്ലേയിൽ ഒന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിസ്പ്ലേയിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇല്ല. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ എല്ലാ പാർട്സും ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അൺഇൻസ്റ്റാൾ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.